അങ്ങനെ മലയാളത്തിൽ ഇന്ന് 3 സിനിമകൾ തിയേറ്ററിലെത്തി. ദാവീദ്, പൈങ്കിളി, ബ്രോമൻസ്. ഇതിൽ ഞാൻ പ്രതീക്ഷയോട് കൂടി കുറച്ച് കാത്തിരുന്ന ഒരു സിനിമയായിരുന്നു ദാവീദ്. അതുകൊണ്ട് ദാവീദ് തന്നെ ആദ്യം കയറി കണ്ടത് ഇറങ്ങിയുള്ളൂ. ഏത് മൂഡ്, ഇടിമൂഡ്. തിയേറ്ററിൽ പടം കാണാൻ പോയപ്പോ തൃശ്ശൂർ രാഗത്തിൽ വെച്ച പെപ്പയുടെ ഒരു ഫ്ലക്സിൽ എഴുതി വെച്ചൊരു വാചകമായിരുന്നു, ഏത് മൂഡ്, ഇടിമൂഡ്. അത് തന്നെയാണ് ഈ സിനിമ കഴിഞ്ഞ് വന്നപ്പോഴും എനിക്ക് പറയാനുള്ളത്. ഇടി എന്ന് പറഞ്ഞാൽ കൊടുക്കണ അടി, അതിൻ്റെ ഒരു പവർ. പെപ്പ മുത്ത, എനിക്ക് നിങ്ങളുടെ ഇടിപ്പടം കാണാൻ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ പൈങ്കിളിയും പ്രണയവും തേങ്ങയും വാങ്ങി എടുത്തിട്ടിട്ട് അപ്പുറത്തേക്ക് ഇട്ടിട്ട് ഞാൻ ഇതിനാദ്യം കയറിയത്. എന്തായാലും കയറിയത് വെറുതെ ആയില്ല. കിഡിലൻ. ഗോവിന്ദ് വിഷ്ണുവാണ് സംവിധാനം. ജെയ്ക്സ് ബി ജോയുടെ മ്യൂസിക്. പൊളിയായിരുന്ന പടത്തിന് പറ്റിയൊരു സാധനം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പാട്ടുകളും സ്കോറുകളെല്ലാം അടിപൊളിയായിരുന്ന. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ടീച്ചർ, സ്കൂളിലൊരു ക്ലാസ് ടീച്ചർ കുട്ടികൾക്ക് ഒരു കഥ പറഞ്ഞു കൊടുക്കണം ഒരു സംഭവമാണ്. അത് അവിടെയാണ് നമ്മുടെ നായകൻ പെപ്പയുടെ ഇൻട്രോ. ആ ഒരു നറേഷൻ പരിപാടികളൊക്കെ അടിപൊളിയായിരുന്നു. അതിനുശേഷം ഒരു സാധാരണ കുടുംബം, ദാരിദ്ര്യമൊക്കെ അനുഭവിച്ച് നടക്കുന്ന പെപ്പയുടെ ക്യാരക്ടർ. അവിടെ നിന്ന് സിനിമ തുടങ്ങി അങ്ങനെ പടം ഒരു കയറ്റം കൂടി കയറ്റും. ഇതിൽ നമ്മുടെ ടീസറിൽ കണ്ട ഒരു ഫൈറ്റ് സീൻ ഉണ്ടായിരുന്നു. അത് പടത്തിൻ്റെ ഫസ്റ്റ് ഫൈറ്റാണിത്, ആ ഉദ്ഘാടനത്തിൻ്റെ ഫൈറ്റ്. അതാണ് ആദ്യത്തെ ഫൈറ്റ്. അത് അത്യാവശ്യം കിടലായിരുന്നു. അങ്ങനെ അതിനുശേഷം പടം ഇങ്ങനെ അവിടെ നിന്നാണ് പടം കയറണേ. ആ ഒരൊറ്റ ഫൈറ്റോട് കൂടി നമ്മൾ ട്രാക്കിലോട്ട് കയറി. കാണുന്ന പ്രേക്ഷകർക്കൊരു ഇത് കിട്ടി, ഫൈറ്റ് ഒരു പവർ കിട്ടി. അങ്ങനെ സിനിമ തുടങ്ങി ഒരു 3/4 മണിക്കൂറാകുമ്പോൾ ഒരു സാധനം വരും. അവൻ്റെ പൊന്നെ, അവിടെ പെപ്പയുടെ ഒരു ഇടിയുള്ളൂ. ആ ഇടിക്ക് വേണ്ടിയിട്ടുണ്ടല്ലോ, അടിക്കണവനെന്ന് പറയുമ്പോൾ തന്നെ ഒരലകലകവനെ. അവിടെ നിന്ന് തുടങ്ങും ഈ സിനിമയുടെ വാർ. പിന്നെ പടം എനിക്ക് ഫസ്റ്റ് ഹാഫാണ് നന്നായിട്ട് ഇഷ്ടമായി. ഫസ്റ്റ് ഹാഫ് കൊടും പൊള്ളിയായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇൻ്റർവെൽ സീനൊക്കെ എടുത്തു പറയണം. അവൻ്റെ പൊന്നെ പൊളി, കിഡിലൻ ഇൻ്റർവെൽ സീനായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് കിടക്കുമ്പോൾ നമ്മുടെ വിജയരാഘവൻ സെക്കൻഡ് ഹാഫിൽ, ഫസ്റ്റ് ഹാഫിൽ വിജയരാഘവൻ വരുന്നുണ്ട്. പക്ഷെ വിജയരാഘവന് സീൻസ് കൂടുതൽ കൊടുത്തിരിക്കുന്നത് സെക്കൻഡ് ഹാഫിലാണ്. വിജയരാഘവൻ അടിപൊളി റോളാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ ഈ അടുത്ത് കിട്ടിയ ഏറ്റവും ബെസ്റ്റ് റോളിക്കുന്നത് റൈഫിൾ ക്ലബിനെക്കാട്ടൊക്കെ. സാധാരണ വിജയരാഘവൻ വെറുതെ ഇരുത്താൻ ചേറ്, പുള്ളീനെ അവിടെ ഇരുത്തി മാസം കാണിക്കുന്ന പരിപാടിയാണ് കൂടുതലും കാണിക്കാറ്. പക്ഷെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളീനെ കളത്തിലോട്ട് ഇറക്കിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. വിജയരാഘവൻ്റെ ആറ്റിറ്റ്യൂഡ് പുള്ളി തകർത്തുണ്ട്. അതുപോലെ തന്നെ ഓരോ സീനും സെക്കൻഡ് ഹാഫിൽ പടം ഇടയ്ക്ക് ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യും സെക്കൻഡ് ഹാഫിൽ. പക്ഷെ ഓവറോൾ അത് പടത്തിനെ ബാധിക്കില്ല. ക്ലൈമാക്സ് ഒരു ക്ലീഷ പൊളിച്ചെഴുതിയൊരു ക്ലൈമാക്സ് ആണ്. പക്ഷെ എങ്കിലും നമുക്കത് കാണുന്ന പ്രേക്ഷകനത് ഇഷ്ടപ്പെടും. എന്തായാലും പെപ്പയുടെ ഒരു ഇടിപ്പടം എന്നുള്ള രീതിയിൽ തിയേറ്ററിലോട്ട് പോയാൽ ഒട്ടും നിരാശനാവാതെ ധൈര്യമായിട്ട് തിയേറ്ററിൻ്റെ പുറത്തേക്ക് ഇറങ്ങി വരാം. അതാണ് ദാവീദിനെ. അതിപ്പോൾ കണ്ടിറങ്ങിയോളാം. ഞാൻ ഭയങ്കര ഓളത്തിലിരുന്ന സിനിമ കണ്ട ഫാൻസുകാരൊക്കെ ഉണ്ടായിരുന്നു തിയേറ്ററിൽ. കടലാസറിയിലും അതും ഭയങ്കര ഓളായിരുന്നു തിയേറ്ററിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഓളത്തിലിരുന്ന് കൂടി കണ്ടപ്പോണ്ടല്ലോ, അങ്ങനെ കണ്ടൊരു സിനിമയായിരുന്നു. എന്തായാലും പെപ്പ കപ്പ് തൂക്കി. ഇന്നത്തെ ക്ലാഷ് വിന്നർ കപ്പ് എന്തായാലും പെപ്പ തന്നെ എടുത്തിട്ടുണ്ട്. മുട്ടാൻ നിൽക്കേണ്ട സീൻ മോനെ. അതാണ് പടം ദാവീദ്. എനിക്ക് എന്തായാലും നല്ല ഇഷ്ടമായി സിനിമ. എന്തായാലും ഇത് തന്നെയാണ് ഇന്നത്തെ റിലീസുകളിലെ ക്ലാഷ് വിന്നർ. എന്തായാലും ഞാൻ ഭയങ്കര എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു സിനിമ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് ഷോ കയറിയത്. ഒട്ടും നിരാശനാവാതെ തന്നെ എനിക്ക് തിയേറ്ററിൻ്റെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. എന്തായാലും പെപ്പയുടെ സ്റ്റാർഡം ഇനി ഈ ഒരൊറ്റ പടത്തോട് ഒന്നും കൂടി കയറും പുള്ളിയുടെ സ്റ്റാർഡം. എന്തായാലും പടം എന്തായാലും കിടുക്കി. പറ്റുന്നവരെന്തായാലും തിയേറ്ററിൽ പോയിട്ട് കണ്ടോ, മിസ്സാക്കണം. കാരണം ഒരു കിൻഡലിട്ടിപ്പടമാണ് വന്നിരിക്കുന്നത്. മിസ്സാക്കണമെന്ന് ഞാൻ പറയുള്ളൂ. അത് മസ്റ്റായിട്ട് തിയേറ്ററിൽ എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക. എനിക്ക് ഓവറോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സിനിമ. ബാക്കി നിങ്ങൾ കാണും.